മഴക്കെടുതിയിൽ വലഞ്ഞ് ഗുജറാത്ത്. അഹമ്മദാബാദിലും നവസാരിയിലും ഉൾപ്പെടെ ജില്ലകളിലെ പല പ്രദേശങ്ങളിലും വെള്ളത്തിനടിയിലായി. നിരവധി വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി. കനത്ത മഴ തുടരുന്ന ജമ്മു കശ്മീരിൽ ജാഗ്രതാ നിർദ്ദേശം ശക്തമാക്കി. ചെനാബ് നദിയിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയാണ്. ഗൗതം ആമ്രകുഞ്ചം വിവരങ്ങളുമായി ചേരുകയാണ്. ഗൗതം, ഇപ്പോഴും മഴ തുടരുകയാണോ? ഇപ്പോൾ മഴക്കെടുതി എത്രമാത്രമാണ് അവിടെ? സ്വാതി, ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രളയ സമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഒപ്പം തന്നെ ഏറ്റവും പുതിയ കാലാവസ്ഥാ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടായിട്ടുള്ള ശക്തമായ കാറ്റും മഴയും അത് ഒരു ചുഴലിക്കാറ്റിൻ്റെ സമാനമായ രീതിയിലുള്ള നാശനഷ്ടം സംസ്ഥാനത്താകെ വിതച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അതിന് അത്തരത്തിലൊരു സ്വഭാവത്തിലേക്ക് ആ കാറ്റും മഴയും മാറുന്നുണ്ട് എന്നതാണ് ഏറ്റവും ഗൗരവകരമായ കാര്യം. നിലവിൽ ഗുജറാത്തിൽ നിന്നുള്ള കാലാവസ്ഥാ അപ്ഡേറ്റ് പ്രകാരം അടുത്ത 24 മണിക്കൂർ വളരെ നിർണായകമായ സമയമായിരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംസ്ഥാനത്ത് റെഡ് അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്നലെ രാത്രിയും അർദ്ധരാത്രിയും ഒക്കെ ശക്തമായ മഴയാണ് നവസാരിയിലും അഹമ്മദാബാദിലും സൗരാഷ്ട്രയിലും ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഉണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പുലർച്ചയോടെ തന്നെ മിക്ക മേഖലകളും വെള്ളത്തിനടിയിലാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു അപ്പാർട്ട്മെൻറ്റിന് മുന്നിൽ 50ഓളം കാറുകൾ വെള്ളത്തിനടിയിലായി കിടക്കുന്ന കാഴ്ച, ആ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇന്നിപ്പോൾ സമാനമായ രീതിയിൽ തന്നെ അഹമ്മദാബാദിൽ ഉൾപ്പെടെ പ്രധാനപ്പെട്ട നഗര കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ വാഹനങ്ങൾ വെള്ളത്തിനടിയിലായിട്ടുണ്ട്. വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി സാധനങ്ങൾ നശിച്ചു പോയിട്ടുണ്ട്. വീടുകളിൽ വെള്ളം കയറിയുള്ള പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. നവസാരിയിലെ പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം പുഴയോരത്തുണ്ടായിരുന്നവരെ മുഴുവൻ മാറ്റി പാർപ്പിട പുതിയ സ്ഥലത്തേക്ക് മാറ്റുകയും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ആവശ്യമായ ക്യാമ്പുകൾ തുടങ്ങുകയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായും വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രളയത്തിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താനുള്ള സ്പെഷ്യൽ ഡ്രൈവ് NDRFിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ഒപ്പം സമാനമായ മഴ സാഹചര്യം ജമ്മു കാശ്മീരിൽ നിലനിൽക്കുകയാണ്. ജമ്മു കാശ്മീരിലെ അഗ്നൂർ മേഖലയിൽ ചെനാബ് നദി കരകവിഞ്ഞതിനെ തുടർന്ന് കെട്ടിടങ്ങൾക്കകത്തും ആരാധനാലയങ്ങൾക്കകത്തും വെള്ളം കയറുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. നദിയിലേക്ക് ക്രമാതീതമായ അളവിൽ വെള്ളം എത്തുന്നതായും ഇടവിട്ട് തന്നെ ഈ നദീജലത്തിൻ്റെ നിരപ്പ് ഉയരുന്നതായിട്ടുമുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ജമ്മു കാശ്മീർ താഴ്വരയിലും സമാനമായ ശക്തമായ മഴ നിലനിൽക്കുന്നുണ്ട്. അവിടെയും ഈ പുഴയോരത്ത് താമസിക്കുന്നവരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയും അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വാതി. ഓക്കെ ഗൗതം.